HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. എല്ലാ പ്രേക്ഷകർക്കും ശിവഗിരി HS റേഡിയോയുടെ ഓണം നബിദിനാശംസകൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അമേയ, അതിഥി, ദിയ, അനോന, സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. പൗരത്വ ഭേദഗതി നിയമം ഇളവുമായി കേന്ദ്രം. UDS പ്ലസ് റിപ്പോർട്ടിൽ തിളങ്ങി കേരളം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വരുന്നു. തീരുവ ആയുധമാക്കിയാൽ ബ്രിക്സ് തിരിച്ചടിക്കും. ട്രംപിനെതിരെ പുടിൻ. നടി രന്യ റാവുവിന് 102 കോടി പിഴ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. പൗരത്വ ഭേദഗതി നിയമം ഇളവുമായി കേന്ദ്രം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ നിന്ന് രക്ഷ തേടി കഴിഞ്ഞ ഡിസംബർ 31 വരെ എത്തിയ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ കൂടാതെ ഇന്ത്യയിൽ തുടരാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പൗരത്വ ഭേദഗതി നിയമത്തിൽ 2014 ഡിസംബർ 31 അതിനു മുൻപോ എത്തിയവർക്കായിരുന്നു ആനുകൂല്യം. 10 വർഷത്തെ ഇളവ് വരുത്തിയാണ് പുതിയ ഉത്തരവ്. എന്നാൽ ഇക്കൂട്ടർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിൽ വ്യക്തമാക്കുന്നില്ല. ഹിന്ദു, സിഖ്, ബുദ്ധ, ജെയിൻ, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് ആനുകൂല്യം. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിലായ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ടിന്റെ ചുവട് പിടിച്ചാണ് ഉത്തരവ്. ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ സുപ്രധാന നീക്കം. UDS പ്ലസ് റിപ്പോർട്ടിൽ തിളങ്ങി കേരളം. വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് മാതൃക. മന്ത്രി V ശിവൻകുട്ടി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ സംവിധാനം ഉപയോഗിച്ച് പ്രസിദ്ധീകരിക്കുന്ന വാർഷിക റിപ്പോർട്ടിൽ 2024-25 അക്കാദമിക വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ ദേശീയ ശരാശരിയേക്കാളും മികച്ച പ്രകടനമാണ് കേരളത്തിൻ്റേത്. ഇതിൽ അക്കാദമിക നിലവാരം, വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, ലിംഗസമത്വം തുടങ്ങിയ മേഖലകളിൽ 1-ാം സ്ഥാനത്താണ് സ്ഥാനം. മന്ത്രി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വരുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ബുധനാഴ്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോവാൻ വാദേഫിലുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സംയുക്ത പത്രസമ്മേളനത്തിലാണ് S ജയശങ്കർ ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികളെ ജർമ്മനി പിന്തുണയ്ക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. തീരുവ ആയുധമാക്കിയാൽ ബ്രിക്സ് തിരിച്ചടിക്കും. ട്രംപിനെതിരെ പുടിൻ. ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ 10% അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തിനെതിരെ ആഞ്ഞടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷനിൻ്റെ ഉച്ചകോടിക്കായി ചൈനയിൽ ടിയാൻജിനിൽ എത്തിയ പുടിൻ ഒരു ചൈനീസ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് USനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ബ്രിക്സ് രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടയിടാനുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് പുടിൻ പറഞ്ഞു. അകാരണമായ ഉപരോധങ്ങളും തീരുവയും ചുമത്തുന്നതിനെതിരെ ബ്രിക്സ് പൊതുനിലപാടെടുക്കും. ഒറ്റയ്ക്ക് ലോകശക്തിയായി മാറാനാണ് USൻ്റെ ശ്രമം. നടി രന്യ റാവുവിന് 102 കോടി പിഴ. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയും നടിയുമായ രന്യ റാവുവിന് DRA 102 കോടി രൂപ പിഴ ചുമത്തി. തരുൺ കൊണ്ടരാജുവിന് 63 കോടിയും സാഹിൽ സക്കറിയയ്ക്കും ഭരത് കുമാർ ജെയിനിനും 56 കോടി വീതം പിഴ ചുമത്തിയിട്ടുണ്ട്. 12.56 കോടി രൂപ വിലയുള്ള 14.2 കിലോഗ്രാം സ്വർണവുമായി മാർച്ച് 3-നാണ് രന്യ അറസ്റ്റിലായത്. രന്യ റാവു ഒരു വർഷത്തിനിടെ ദുബായിലേക്ക് പോയത് 30 തവണയാണെന്നും കിലോയ്ക്ക് 1 ലക്ഷം രൂപ വീതം കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് DRA അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. 12.56 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായാണ് DGP രാമചന്ദ്ര റാവുവിൻ്റെ വളർത്തുമകളായ രന്യ റാവു വിമാനത്താവളത്തിൽ പിടിയിലായത്.
പോലീസ് അകമ്പടിയോടെ സുരക്ഷാ പരിശോധന മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടുകയായിരുന്നു. മാതാപിതാക്കളുടെ വാത്സല്യം കുട്ടിയുടെ അവകാശം എന്ന് കോടതി. മാതാപിതാക്കൾ വേർപിരിഞ്ഞ് ജീവിക്കുകയോ വ്യത്യസ്ത രാജ്യങ്ങളിൽ കഴിയുകയോ ആണെങ്കിൽ അവരുമായുള്ള സ്നേഹം കുട്ടിയുടെ അവകാശമാണെന്ന് സുപ്രീം കോടതി. അയർലൻഡിൽ അമ്മയോടൊപ്പം കഴിയുന്ന 9 വയസ്സുള്ള മകനുമായി വീഡിയോ വഴി സംസാരിക്കാൻ അനുമതി തേടി ഒരാൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ഇടപെടൽ. തുടർന്ന് ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ 2 മണിക്കൂർ വീഡിയോ കോൺഫറൻസിലൂടെ മകനുമായി സംസാരിക്കാൻ ഹർജിക്കാരന് അനുമതി നൽകി. അമീബിക് മരണം കുറവ് കേരളത്തിൽ എന്ന് മന്ത്രി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ മരണനിരക്ക് ആഗോളതലത്തിൽ 99% ആണെങ്കിലും കേരളത്തിൽ 24% കുറയ്ക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം 39 പേർക്കും ഇക്കൊല്ലം 47 പേർക്കുമാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 21 പേരാണ് മരിച്ചത്. തുടക്കത്തിൽ തന്നെ രോഗം തിരിച്ചറിയാനും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ആരംഭിക്കാനും കഴിഞ്ഞതിലാണ് കേരളത്തിന് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. നിപ്പ ആന്റിബോഡി കണ്ടെത്താൻ സംവിധാനവുമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും നിപ്പ ആന്റിബോഡി പരിശോധനയ്ക്ക് നൂതന മാർഗവുമായി തോന്നയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിപ്പ ബാധിത പ്രദേശങ്ങളിലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രക്തത്തിലുള്ള നിപ്പ വൈറസ് ആന്റിബോഡി കണ്ടെത്താനുള്ള മാർഗമാണ് IAV വികസിപ്പിച്ചെടുത്തത്. അക്ഷരപ്പോരാട്ടത്തിൽ മാധവ് ലോക ചാമ്പ്യൻ. ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് നേടി ഇന്ത്യൻ താരം മാധവ് കാമത്ത്. ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. മലേഷ്യയിലെ സെലാഗോറിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 18 രാജ്യങ്ങളിൽ നിന്നുള്ള 218 കൗമാര താരങ്ങളെ പിന്തള്ളിയാണ് നേട്ടം. 24 റൗണ്ടുകളിൽ 21ലും മാധവ് ജയിച്ചു. ലോക സീനിയർ റാങ്കിങ്ങിൽ 8ാമതാണ് മാധവ്. ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ ചാമ്പ്യൻ എന്ന ബഹുമതി മേയിൽ സ്വന്തമാക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. പൗരത്വ ഭേദഗതി നിയമം ഇളവുമായി കേന്ദ്രം. UDS+ റിപ്പോർട്ടിൽ തിളങ്ങി കേരളം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വരുന്നു. തീരുവ ആയുധമാക്കിയാൽ ബ്രിക്സ് തിരിച്ചടിക്കും. ട്രംപിനെതിരെ പുടിൻ. നടി രന്യ റാവുവിന് 102 കോടി പിഴ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. പോയ വാരത്തിലെ ചോദ്യം: കേന്ദ്ര പ്രതിരോധ മന്ത്രി ആര്? ഉത്തരം: രാജ്നാഥ് സിംഗ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം: ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ താരം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇതാ വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. ഇന്ന് അവിട്ടം ദിനത്തിൽ ശിവഗിരി HS റേഡിയോയിൽ നിങ്ങളോടൊപ്പം ദുർഗ ആർ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കുമൊട്ടില്ല താനും. മലയാളിയുടെ പ്രതീക്ഷയും സ്മരണയും വിളിച്ചോതുന്ന നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം ഇത്തവണയും കേരളക്കരയിൽ പൊന്നോണപ്പാട്ടുകളുമായി ആഘോഷത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നു. പൂപ്പൊലിപ്പാട്ടും പൂക്കൂടയുമേന്തിയ കുഞ്ഞുങ്ങൾ, പുലിക്കളിക്കാരും വേട്ടക്കാരും, കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളും വിളവെടുത്ത തോട്ടങ്ങളും ഒക്കെ കേരളക്കരയാകെ ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്.
നാട്ടുപൂത്തുമ്പികൾ പാട്ടുമായി എത്തുന്നു, നാട്ടിലും വീട്ടിലും ഓണം വന്നേ. ആവണിപ്പൂവുകളായിരം ഓർമ്മകൾ ആവഴി വഴി പൂത്തു നിന്നേ. ഓണം വന്നേ, തിരുവോണം വന്നേ, ഓർമ്മതൻ പൂമണം പൂത്തു നിന്നേ. ഓണം വന്നേ, തിരുവോണം വന്നേ, ഓർമ്മതൻ പൂമണം പൂത്തു നിന്നേ. കർക്കിടകം ചാലുകീറി തേവിയ വെള്ളപ്പാച്ചിലിനെ ചിങ്ങസമൃദ്ധിയാക്കി മാറ്റുന്ന മലയാളികൾ സ്നേഹവും സഹവർത്തിത്വവും ഘോഷിച്ചുകൊണ്ട് അദൃശ്യനായി കടന്നുവരുന്ന മാവേലി തമ്പുരാനെ വരവേൽക്കുകയാണ് ഈ പാരമ്പര്യ മഹിമയെ. പഴയ തലമുറ പുതിയ തലമുറയെ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാനും ഈ വേള വിനിയോഗിക്കുന്നു. ഉത്രാടപ്പൂ നിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂ നിലാവേ വാ. ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഉള്ളത് പങ്കുവയ്ക്കുവാനും ഉത്സാഹം നിലനിർത്തുവാനും മുതിർന്നവരെ വണങ്ങുവാനും എല്ലാം ഈ ഉത്സവം നമ്മളെ പരിശീലിപ്പിക്കുന്നു. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനെ കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിഞ്ഞുനാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനെ കൊതിയൂറും മാരിക്കാവും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിഞ്ഞുനാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയോടും മാരിക്കാറും. അതിലുപരി പ്രകൃതിയെ ജീവിത മൂല്യങ്ങളുമായി ചേർത്തു വയ്ക്കുവാൻ ഓരോ ഓണവും നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയെ അമ്മയായി കണ്ട് ആദരിക്കുവാനും പ്രകൃതി തരുന്ന വിഭവങ്ങൾ എളിമയോടെ സ്വീകരിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. തിരുവാവണിരാവ് മനസ്സാകെ നിരാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായി ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. കാലം മാറി, ഓണവും മാറി. ഇന്നത്തെ ഓണം കമ്പോളത്തിന്റെ വിറ്റുവരവിന്റെ ഓണമായിരിക്കുന്നു. മഴയുടെയും കൃഷിയുടെയും പച്ചപ്പിന്റെയും നനവാർന്ന ഐശ്വര്യത്തിന്റെ പശ്ചാത്തലത്തിലുമായിരുന്നു പണ്ടത്തെ ഓണം. തകതാരേ തകിട താരേ തകിട തകിട തകിട, തകതാരേ തകിട താരേ തകിട തകിട. എളിചത്തി മുല്ലേ ചെമ്പരത്തി അത്തം പത്തും കൊണ്ടോരുത്തി, മുറ്റത്തെത്തി പറ്റ കെട്ടി ഓണത്തിരുവോണ കലമെത്തി. തകതാരേ തക്കിടതാരേ തകിട 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 തരേ, തകതാരേ തത്തിര താരേ തകിട 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 തരേ. മലയാളി എവിടെയായിരുന്നാലും അവിടെയെല്ലാം ഓണാശംസകളുണ്ട്. ഓണസദ്യയുണ്ട്, ഓണക്കോടിയുണ്ട്, ഓണക്കളികളുണ്ട്. ഓണമില്ലാത്ത മലയാളി മനസ്സില്ല. നമുക്കും ഒത്തൊരുമയോടെ നന്മയുടെയും നിറവിൻ്റെതുമായ ഓണത്തിന്റെ ഭാഗമാവാം. എല്ലാവർക്കും ശിവഗിരി HS റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആർപ്പോയ് ഇറോ ഇറോ ഇറോ, ആർപ്പോയ് ഇറോ ഇറോ ഇറോ, ആർപ്പോയ് ഇറോ ഇറോ ഇറോ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.